നമസ്കാരം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ഈ വർഷം, അതായത് 2025 വർഷം വളരെ പ്രധാനപ്പെട്ടതെന്ന് തോന്നിയ 5 ഇവൻറ്റുകളെ പറ്റിയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, യാതൊരു പൊളിറ്റിക്കൽ ഐഡിയോളജിയുടെയും ബാഗേജ് ഇല്ലാതെയാണ് ഞാൻ ഈ വിഷയങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ കാണുവാൻ ശ്രമിക്കുക. കാലം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നുണ്ടായ മാറ്റങ്ങളൊക്കെ സംഭവിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതൊക്കെ ഇത്രയും കാലം കഴിഞ്ഞു പോയിട്ടാണല്ലോ സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഞാൻ സമയം കളഞ്ഞില്ല, നേരെ വീഡിയോയിലിട്ട് പോവാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകളായി പ്രകൃതി കാലാവസ്ഥാ വ്യതിയാനങ്ങളിലൂടെ നമുക്ക് കാണിച്ചു തരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കറിയാം 2018 ഒരു വലിയ ജലപ്രളയത്തിന് ശേഷം നമ്മൾ അഭിമുഖീകരിച്ച ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ആരും എക്സ്പെക്ട് ചെയ്തില്ല അങ്ങനെ ഒരു പ്രളയം നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും എന്നുള്ളത്. 2018 ശേഷം ഇപ്പോൾ 2025 വരുന്നു. ഈ ചെറിയ കാലയളവിൽ കാലാവസ്ഥയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവണം. കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ കണ്ടറിഞ്ഞതാണ് വയനാട്ടിലെ മുണ്ടക്കൈ എന്ന സ്ഥലത്ത് ഉണ്ടായ ഉരുൾപൊട്ടലും അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളും ഒരുപാട് പേരെ ജീവൻ നഷ്ടപ്പെട്ടുമൊക്കെ നമ്മൾ കണ്ടറിഞ്ഞതാണ്. അപ്പോൾ കാലാവസ്ഥാ വിദഗ്ധരുടെ അഭിപ്രായ പ്രകാരം ഈ വർഷവും ഇത് തുടരും എന്നുള്ളതാണ്. നമുക്കറിയാം ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ വെസ്റ്റേൺ ഗട്ട്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പഠനങ്ങളും കാര്യങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ പുറത്തു വിടുന്നുണ്ട്. പക്ഷേ നമ്മളത് ആ ഒരു സമയത്ത് മാത്രം ഡിസ്കസ് ചെയ്ത് ബാക്കിയുള്ള സമയം നമ്മൾ അതിന് തള്ളിക്കളയാണ് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, 2018 പോലെ അല്ലെങ്കിൽ 2024 നടന്ന ഒരു വലിയ ഉരുൾപൊട്ടൽ പോലെ വീണ്ടും സംഭവിച്ചാൽ നമുക്കതിനെ പ്രിവെൻറ്റ് ചെയ്ത് നിർത്താൻ പാകത്തിനുള്ള ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് ഉടനെ അങ്ങ് ഓടിക്കൂടി പണപ്പെരുവ് നടത്തുന്ന പരിപാടിയല്ല, പ്രോപ്പറായിട്ടുള്ള ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. അതായത് ഇങ്ങനെ ഫ്ലഡ് എഫക്റ്റീവ് ആയിട്ടുള്ളതും ഉരുൾപൊട്ടൽ ഭീതിയിലുള്ള സ്ഥലത്തിൽ നിന്ന് ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ മുൻകരുതലെടുക്കുന്ന ഒരു സംവിധാനം നമുക്കുണ്ടോ എന്നുള്ളതാണ്. അൺഫോർച്ചുനേറ്റ്ലി ഇതുവരെയും നമ്മളുടെ ഗവൺമെൻറ് അങ്ങനെ ഒരു സംവിധാനത്തെപ്പറ്റി ചിന്തിച്ചിട്ട് പോലുമില്ല. ഈ പറഞ്ഞ പോലെ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഓടിക്കൂടി ഒരു സംഭവം കൂട്ടൊരുമിച്ച് നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് പിരിവെടുക്കുന്നതല്ലാണ്ട് ഒരു പരിപാടിയും നമ്മൾ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. അതിന് ചെയ്യാൻ പോകുന്നുള്ള പ്രതീക്ഷയും നമുക്കില്ല. കാരണം ഇത് ഇന്ത്യയാണ്, ഇവിടെ ഇങ്ങനെ നടക്കുകയുള്ളൂ. എന്നാൽ ആഗോളതലത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ഡിസ്കസ് ചെയ്യാൻ ഒരു മീറ്റപ്പ് സംഘടിപ്പിക്കുന്നുണ്ട്. 2025 നവംബറിലാണ് അത് നടക്കുന്നത്. യുണൈറ്റഡ് നേഷൻ ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് എന്നാണ് അത് അറിയപ്പെടുന്നത്. അത് നടക്കുന്നത് ബ്രസീലിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഇവൻ്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഇവൻറ്റിലേക്ക് പോകാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ടാണ്. അത് മറ്റൊന്നുമല്ല, DTC അഥവാ ഡയറക്റ്റ് ടാക്സ് കോഡ് എന്ന സംവിധാനമാണ്. കഴിഞ്ഞ വാർഷിക ബഡ്ജറ്റിൽ ധനകാര്യമന്ത്രിയായ നിർമ്മല സീതാരാമൻ ഇങ്ങനൊരു പ്രസ്താവന നടത്തി. 1961 ഉണ്ടായിരുന്ന ടാക്സ് സംവിധാനത്തെ പാടെ പിഴുതെറിഞ്ഞുകൊണ്ട് ഒരു പുതിയ മോഡേണൈസ് ടാക്സ് സംവിധാനം ഇവിടെ ഏർപ്പെടുത്തണം എന്നുള്ളതായിരുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ അത് പാസ്സാവുകയും അതിനെ വളരെ ഗൗരവമായിട്ട് എടുക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ 2025 ഡയറക്റ്റ് ടാക്സ് കോഡ് ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വരും എന്നാണ് പറയുന്നത്. എന്താണ് ഈ ഡയറക്റ്റ് ടാക്സ് കോഡ് എന്നല്ലേ ഞാൻ പറഞ്ഞുതരാം. നിലവിലുണ്ടായിരുന്ന 1961 രൂപീകൃതമായ ടാക്സ് സംവിധാനത്തെ ഒന്ന് മോഡേണൈസ് ചെയ്ത് പുതിയ രീതിയിൽ അതിനെ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ്. അതിനെ ഏറ്റവും സിംപ്ലിഫൈ ചെയ്യുന്നത്, ഏറ്റവും ലളിതമായിട്ടുള്ള രീതിയിൽ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ടാക്സ് സംവിധാനം ഏർപ്പെടുത്തുന്നതാണ് ഡയറക്റ്റ് ടാക്സ് കോഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റായിട്ട് അവർ പറയുന്നത് കോംപ്ലക്സിറ്റി കുറയുകയും കൂടുതൽ ട്രാൻസ്പെറൻ്റ് ആവുകയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കണ്ടു തന്നെ അറിയാം, ഇതിന് മുന്നേ വന്ന GST ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് നമ്മൾ ആളുകൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ DTC സിസ്റ്റവും ഇന്ത്യൻ സാമ്പത്തിക സംവിധാനത്തിൽ എത്രത്തോളം മാറ്റങ്ങൾ ചെലുത്തുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ വിഷയത്തിലേക്ക് പോകാം. മൂന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് അതിപ്രധാനമായിട്ടുള്ള കാര്യമാണ്. അത് മറ്റൊന്നുമല്ല, എബ്രോഡ് സ്റ്റുഡൻസിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശ പഠനം ആഗ്രഹിച്ച് വിമാനം കയറിയിട്ടുള്ള യുവതികളും യുവാക്കളും എണ്ണം പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. കേരളത്തിൽ നിന്ന് ആ രീതിയിലുള്ള ഒരു വമ്പൻ കുടിയേറ്റമാണ് ശരിക്കും ഇപ്പോൾ നടന്നിരിക്കുന്നത്. യുവതി യുവാക്കൾ ആരും തന്നെ കേരളത്തിൽ നിൽക്കുന്നില്ല, അവരെല്ലാം വിദേശ പഠനത്തിന് വേണ്ടി പോയിരിക്കുകയാണ്. ഒന്നോർക്കുക, എവിടം തൊട്ടാണ് നമ്മുടെ വിദ്യാർത്ഥികൾ വിദേശ കുടിയേറ്റത്തെ ഏറ്റവും കൂടുതൽ ആശ്രയിച്ച് തുടങ്ങിയത്? കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ 2021 പോസ്റ്റ് കോവിഡിന് ശേഷമാണ് നമ്മുടെ വിദ്യാർത്ഥികൾ കൂട്ടമായിട്ട് പലായനം ചെയ്തു തുടങ്ങിയത്. ഇപ്പോൾ കാനഡയിലും UK ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം. 2 രാജ്യങ്ങളും വിദേശ പഠനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് നിയന്ത്രണങ്ങൾ അവർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ 2021 പോയ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം 2025 എന്ന് പറയുന്നത് വളരെ നിർണായക വർഷമാണ്. അന്ന് പോയ കുട്ടികളിൽ ഭൂരിഭാഗം പേർക്കും ഇതുവരെ ജോലി ആയിട്ടില്ല. അതുപോലെ പാർട്ട് ടൈം സംവിധാനത്തിനുള്ള സമയം വെട്ടിക്കുറച്ചിരിക്കുന്നു. ഇതൊക്കെ അവരവിടെ ആസൂത്രണം ചെയ്തിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, ഇങ്ങനെയുള്ള വിദേശ വിദ്യാർത്ഥികൾ അവരുടെ നാട്ടിൽ വരുന്നതിന് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട സമയം ആയി എന്നുള്ളതാണ്. 5 വർഷത്തിനുള്ളിൽ PR സെറ്റാക്കി അവിടെ സെറ്റിലാകാം എന്ന ഉദ്ദേശത്തോടുകൂടി പോയ വിദ്യാർത്ഥികൾക്ക് കണക്കുകൾ പിഴച്ചു തുടങ്ങിയിരിക്കുന്നു. പലരും വീടിൻ്റെ ആധാരം വെച്ചിട്ടും സ്വർണം വെച്ചിട്ടൊക്കെയാണ് വിദേശ പഠനത്തിന് പോയിരിക്കുന്നത്. അങ്ങനെ PR സെറ്റാകാതെ ഉള്ള വിദ്യാർത്ഥികൾ തിരിച്ചു വരേണ്ട ഒരു വർഷമായിരിക്കും 2025 എന്ന് പറയുന്നത്. പറയുമ്പോൾ നമുക്ക് പറയാമെങ്കിലും അവരുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ വളരെ വേദനയുള്ളൊരു കാര്യമാണ്.
അപ്പോൾ ഇങ്ങനെ വരുന്ന കുട്ടികൾക്ക് ഇവിടെ എന്ത് ജോലി കൊടുക്കും എന്നുള്ളതും വലിയ ആശങ്കയാണ്. നല്ല കാര്യങ്ങൾ മാത്രം സംഭവിക്കട്ടെ. ഇനി അടുത്ത വിഷയത്തിലേക്ക് പോകാം. അടുത്ത വിഷയം എന്ന് പറയുന്നത് കായികമായിട്ട് ബന്ധപ്പെട്ടാണ്. അതും പ്രത്യേകിച്ച് ഫുട്ബോൾ പ്രേമികൾക്ക് വേണ്ടിയിട്ട്. ഈ വർഷമാണ് ശരിക്കും ഫിഫ ക്ലബ് വേൾഡ് കപ്പ് സംഘടിപ്പിക്കുന്നത്. ഫിഫയുടെ ഔദ്യോഗികമായ നിയമപ്രകാരം ഇത്തവണ ഫിഫ ക്ലബ് വേൾഡ് കപ്പിൽ ഒരുപാട് രാജ്യത്തു നിന്നുള്ള ക്ലബ്ബുകൾ പങ്കെടുക്കുന്നുണ്ട്. ഫിഫയുടെ ഒരു ഉദ്ദേശം വെച്ചിട്ട് ഇൻ്റർനാഷണൽ വേൾഡ് കപ്പിൻ്റെ അതേ നിലവാരത്തിലേക്ക് ക്ലബ് വേൾഡ് കപ്പും കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത്. 2025 ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഫിഫ ക്ലബ് വേൾഡ് കപ്പ് നടക്കുന്നത്. കായികപരമായിട്ട് നോക്കിയാൽ ഏറ്റവും വലിയ മാമാങ്കം എന്ന് പറയുന്നത് ഫിഫ ക്ലബ് വേൾഡ് കപ്പാണ്. മറ്റൊരു കാര്യം കൂടി ഓർപ്പിച്ചോട്ടെ, അടുത്ത വർഷമാണ് ഫിഫ വേൾഡ് കപ്പ്, അതും മറക്കണ്ട. ഇനി സിനിമാപരമായിട്ട് പറയുകയാണെങ്കിൽ ഈ വർഷം തന്നെ ക്യാൻ ഫിലിം ഫെസ്റ്റിവൽ നടക്കും. ഇത് നമ്മൾ ബാധിക്കുന്ന കേസൊന്നുമല്ല, പക്ഷേ എന്തെങ്കിലും പറഞ്ഞെന്നുള്ളൂ. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ബിഗ് ടിക്കറ്റ് സിനിമകൾ ഒരുപാട് സംഭവിക്കുന്ന ഒരു വർഷം കൂടിയാണ് 2025 എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം മറ്റൊന്നുമല്ല, 2020 കോവിഡ് മഹാമാരിക്ക് ശേഷം പോസ്റ്റ് കോവിഡിൽ ഉണ്ടായിരുന്ന പല സിനിമകളും കോവിഡിൻ്റെ സമയത്തിലുള്ള ലിമിറ്റഡ് ബഡ്ജറ്റിൽ തീർത്ത സിനിമകളായിരുന്നു. ആ സിനിമകളെല്ലാം വന്നു പോയി കഴിഞ്ഞു. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ തിരക്കഥ എഴുതുന്ന ആളുകൾക്ക് കൂടുതൽ ബഡ്ജറ്റുള്ള സിനിമകളെപ്പറ്റി ചിന്തിക്കാൻ സമയമില്ല. അപ്പോൾ ലിമിറ്റഡ് ആയിട്ടുള്ള ബഡ്ജറ്റ് ചെയ്ത സിനിമകളെല്ലാം വന്നു പോയി കഴിഞ്ഞു. ഇനി ബിഗ് ടിക്കറ്റ് സിനിമകളുടെ കാലമാണെന്നാണ് പറയപ്പെടുന്നത്. ലൂസിഫറിൻ്റെ സെക്കൻഡ് പാർട്ടായ എമ്പുരാനൊക്കെ ഈ വർഷം തന്നെ സംഭവിക്കുന്നു. അപ്പോൾ അതുപോലുള്ള സിനിമകൾ സംഭവിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് ഞാൻ സെലക്ട് ചെയ്ത 5 വിഷയങ്ങൾ മാത്രമാണ്. ഇനി ഈ വർഷം സംഭവിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും